അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 46-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച പോസിറ്റീവ് ക്വസ്റ്റ്യൻ, അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അതിനെ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, അവൾ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ, അവൻ ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ, നീ അത് എഴുതിയിട്ടില്ലേ എന്നിത്യാദി കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹാവിൻറ്റ് ഓർ ഹാസിൻറ്റ് തുടക്കത്തിൽ വെക്കുക. അതിനുശേഷം സബ്ജക്റ്റ് ഏതാണെങ്കിൽ അത് വെക്കുക. അപ്പോൾ സബ്ജക്റ്റിലെ ഓരോന്നിനോടും യോജിച്ചതാണ് നമ്മൾ ഹാവിൻറ്റ് എന്നതിൽ നിന്നും ഹാസിൻറ്റ് എന്നതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം മൂന്നാമത് വെർബിൻ്റെ 3 മൂന്നാമത്തെ രൂപവും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അർത്ഥം കിട്ടും. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ പരിചയപ്പെടാം. ഇപ്പോൾ ഹാസിൻ ഷീ ടോട്ട് യു, അവൾ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. ഇപ്പോൾ ഹാസിൻ്റെ തുടക്കത്തിൽ വെച്ചു, കാരണം ഐ യു ഒഴികെയുള്ള എല്ലാ ഏകവചനങ്ങളുടെ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ കൊടുക്കേണ്ടത് ഹാസിൻ്റെ ആണ്. അപ്പോൾ ഹാസിൻ ഷീ. പിന്നീട് നമ്മൾ മൂന്നാമത് വെർബിൻ്റെ ഒരു മൂന്നാമത്തെ രൂപം വെച്ചു. ടീച്ച് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ടോട്ട്. ഹാസിൻ ഷീ ടോട്ട് യു, അവൾ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അവൾ എന്ന് മാറ്റിയിട്ട് അവൻ എന്നാക്കണമെന്നുണ്ടെങ്കിലോ ഹാസിൻ ഹീ ടോട്ട് യു, അവൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ, അദ്ദേഹം നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. ആ ടീച്ചർ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ എന്നാണെങ്കിലോ ഹാസിൻ ദാറ്റ് ടീച്ചർ ടോട്ട് യു, ആ ടീച്ചർ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയും. അപ്രകാരം തന്നെ ഹാസിൻ മൈ ബ്രദർ ടോട്ട് യു, എൻ്റെ സഹോദരൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. ഹാസിൻ മൈ ഫാദർ ടോട്ട് യു, എൻ്റെ പിതാവ് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. അപ്പോൾ ഏകവചനം ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനമാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ളൊരർത്ഥം കിട്ടാൻ നമ്മൾ ആദ്യമായി വെക്കേണ്ടത് ഹാസിൻ്റെ ആണ്. അതിനുശേഷം സബ്ജക്റ്റ് ആണ്. അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അർത്ഥം കിട്ടും. ഇനി നമുക്ക് ബഹുവചനം എവിടെ വെക്കാം എന്നുള്ളത്, ബഹുവചനത്തിൻ്റെ കൂടെ ഏതായിരിക്കും വെക്കുക എന്നുള്ളത്. ഹാവിൻ്റെ ആണ് തുടക്കത്തിൽ വെക്കേണ്ടത്. ഹാവിൻ യു റിമൈൻഡഡ്, നീ ഓർമ്മിപ്പിച്ചിട്ടില്ലേ. ഹാവിൻ യു റിമൈൻഡഡ് ദം, നീ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ. റിമൈൻഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. റിമൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു, അതിൻ്റെ സെക്കൻഡ് ഫോമാണ്. അതിൻ്റെ തേർഡ് ഫോമും അത് തന്നെയാണ്, റിമൈൻഡഡ്, ഓർമ്മിപ്പിക്കപ്പെട്ട എന്നാണ് അതിൻ്റെ ഒറ്റവാക്കിൽ വരുമ്പോൾ അർത്ഥം. ഈ സെൻറ്റൻസിൽ വരുമ്പോൾ ഹാവിൻറ്റ് യു റിമൈൻഡഡ് ദം, നീ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ എന്നുള്ള അർത്ഥം കിട്ടുന്നു. ഹാവിൻറ്റ് യു റിമൈൻഡഡ് ദം, നീ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ. ഇനി നമുക്ക് ഏത് ബഹുവചനവും അതുപോലെ തന്നെ ഐ എന്നതിനെയും യു എന്നതിനെയും ഹാവിൻറ്റ് എന്നതിന് ശേഷമാണ് വെക്കേണ്ടത്. ഹാവിൻ ബോയ്സ് റിമൈൻഡഡ് ദം, ആൺകുട്ടികൾ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ. ഹാവിൻ ഗേൾസ് റിമൈൻഡഡ് ദം, പെൺകുട്ടികൾ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ. ഹാവിൻ വി റിമൈൻഡഡ് ദം, നമ്മൾ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ. ഹാവിൻ ബ്രദേഴ്സ് റിമൈൻഡഡ് ദം, സഹോദരങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ എന്നിത്യാദി വാചകങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഹാവിൻറ്റിന് ശേഷം ഐ എന്നതും യു എന്നതും മറ്റു ഏത് ബഹുവചനങ്ങളും സബ്ജക്റ്റായി നമുക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം തേർഡ് ഫോം ഓഫ് എ വെർബ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്തരത്തിലുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ റിമൈൻഡ് എന്ന വെർബും അതിൻ്റെ റിമൈൻഡഡ് എന്നുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് ഫോമും നമ്മൾ പരിചയപ്പെട്ടു. അതിലെ മൂന്നാമത്തെ റിമൈൻഡഡ് എന്നതിനെയാണ് ഈ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി മറ്റു ചില ഉദാഹരണങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ, ഹാവിൻ ദേ റിമെമ്പേർഡ് ദാറ്റ്, ഹാവിൻ ദേ റിമെമ്പേർഡ്, അവർ ഓർത്തിട്ടില്ലേ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, അതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം റിമെമ്പേർഡ് എന്നാണ്. അപ്പോൾ ഹാവിൻ ദേ റിമെമ്പേർഡ്, അവർ ഓർത്തിട്ടില്ലേ. ഹാവിൻ ദേ റിമെമ്പേർഡ് ദാറ്റ്, അവർ അതിനെ ഓർത്തിട്ടില്ലേ. ഹാവിൻ യു റിമെമ്പേർഡ് ദാറ്റ്, നീ അതിനെ ഓർത്തിട്ടില്ലേ. ഹാവിൻ യു റിമെമ്പേർഡ് ദിസ്, നീ ഇതിനെ ഓർത്തിട്ടില്ലേ എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാവിൻറ്റ് വെക്കുന്നു അല്ലെങ്കിൽ ഹാസിൻറ്റ് വെക്കുന്നു. ഏതാണ് സബ്ജക്റ്റ് എങ്കിൽ അതിനനുസൃതമായി ഒന്ന് മാത്രം ഉപയോഗിക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റ് ഏതോ അത് നമ്മൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അർത്ഥമാണ് കിട്ടുക. അവൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. എങ്ങനെയാണ് അപ്പോൾ പറയുക? ഹാസിൻ ഹീ ടോട്ട് യു, അവൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് നമുക്ക് അർത്ഥം കിട്ടും.
അവൻ അത് എഴുതിയിട്ടില്ലേ? ഹാസ് ഇൻ ഹി റിട്ടേൺ. നമ്മൾ റൈറ്റ് എന്നതിൻ്റെ 2-3 രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടേൺ ആണ്. ഹാസ് ഇൻ ഹി റിട്ടേൺ, അവൻ എഴുതിയിട്ടില്ലേ എന്നുള്ള അർത്ഥം കിട്ടും. ഹാസ് ഇൻ ഹി റിട്ടേൺ ദാറ്റ്, അവൻ അത് എഴുതിയിട്ടില്ലേ? അവൻ അത് ചെയ്തിട്ടില്ലേ? ഹാസ് ഇൻ ഹി ഡൺ ദാറ്റ്, അവൾ അത് ചെയ്തിട്ടില്ലേ? ഹാസ് ഇൻ ഷീ ഡൺ ദാറ്റ്. ഡൺ എന്നത് ഡു എന്ന വെർബിന്റെ 3ാമത്തെ രൂപമാണ്. ഡു, ഡിഡ്, ഡൺ എന്നുള്ളത് ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാസ് ഇൻ ഷീ ഡൺ ദാറ്റ്, അവൾ അത് ചെയ്തിട്ടില്ലേ? അപ്പോൾ അവൾ അത് ചെയ്തിട്ടില്ലേ എന്നുള്ള അർത്ഥം കിട്ടാൻ, അതുപോലെയുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ ഈ ഒരു സ്ട്രക്ചറാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ പാഠം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ പാഠം. നല്ലവണ്ണം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നല്ലവണ്ണം ഇതിനെ ശീലിക്കുക. പ്രത്യേകം പറയാനുള്ളത്, വെർബിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ഫോം ധാരാളം വെർബുകൾ മനഃപ്പാടമാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടാനുസരണം ഓരോ വാക്കുകളെ പിക്ക് ചെയ്തുകൊണ്ട് സന്ദർഭാനുസരണം സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുകയും ധാരാളം വെർബിൻ്റെ ഫസ്റ്റ് ആൻഡ് തേർഡ് സെക്കൻഡ് ഫോമൊക്കെ മനഃപ്പാടമാക്കുകയും ചെയ്യുക. ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.